ആ വരികൾ അത്ര ശുദ്ധമല്ല. ഞാൻ ഈ കഞ്ചാവ് കേസിന് ശേഷമാണ് ഇങ്ങനൊരു കലാരൂപത്തെ പറ്റി അറിയണത്, ഇങ്ങനൊരു കലാകാരനെ പറ്റി അറിയണത്. സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യായിരുന്നു ഇങ്ങനൊരു വ്യക്തി ഈ കേരളത്തിൽ ജീവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതോ, എൻ്റെ കുറവാവാം, ഇങ്ങനൊരു സംഗീത രൂപമുണ്ട് എന്നുള്ളതോ എനിക്കറിയില്ല. സംഗീതം കല ആസ്വാദനത്തിലുള്ളതാണ്, കല മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ്, കല ഭിന്നിപ്പിക്കാനുള്ളതല്ല. ഇവിടെ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമിയാണെങ്കിലും തൈക്കാട് അയ്യാവാണെങ്കിലും മഹാത്മാ അയ്യങ്കാളിയാണെങ്കിലും പണ്ഡിറ്റ് കറുപ്പനാണെങ്കിലും എല്ലാവരെയും കോർത്തു പിടിച്ചുകൊണ്ടാണ് നവോത്ഥാനം നടപ്പിലാക്കിയത്. ആരെയും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ല. ഇവിടെ ജാതിയുടെ ഒരു ഭേദചിന്ത വരുത്തുന്നു. മാത്രമല്ല, ലങ്കൻ പുലികൾക്ക് ദാഹിക്കുന്നു. ആ ദാഹത്തിന് നമ്മളൊരു പ്രധാനമന്ത്രിയുടെ രക്തം കൊടുത്തവരാ. ലങ്കൻ പുലികളുടെ ദാഹം മാറ്റാൻ ഭാരതം ഒരു പ്രധാനമന്ത്രിയുടെ രക്തം കൊടുത്തു. ഇനിയും ആ ലങ്കൻ പുലികൾ ദാഹിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അലഞ്ഞു തിരിയുന്നുണ്ടെങ്കിൽ അത് ഭയക്കേണ്ട രാഷ്ട്രീയമാണ്. അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെ വിഷയം പാലസ്തീൻ്റെ മോചനമല്ല. ആ പാലസ്തീൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് പാലസ്തീന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങളൊന്നും കാണുന്നില്ല. മറിച്ച് പാലസ്തീൻ്റെ വിഷയം പറഞ്ഞ് ഇൻ്റർനാഷണൽ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അത് ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തണം. അദ്ദേഹത്തിൻ്റെ കലയൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ വരികൾ എന്തോ അത്ര എനിക്ക് തോന്നുന്നില്ല. അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭൂഷണമാണ് ആ വരികൾ എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തിരുത്തുമായിരിക്കാം. കാരണം ഇത്രയും ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൾ സമാജത്തെ ഒരുമിപ്പിക്കാൻ, സമാജത്തെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കണം. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഇനി കഞ്ചാവ് ഉപയോഗിക്കില്ല എന്നുള്ളത് ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കട്ടെ. പക്ഷേ അതുവരെ അദ്ദേഹം സർക്കാർ അതിഥിയായി വരരുത്. സർക്കാർ ഫണ്ടിൽ ഇതുപോലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കരുത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ സംഘപരിവാർ നേതാക്കൾ നടത്തുമ്പോൾ അതിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു നെറേറ്റീവ് നിലവിൽ നമ്മുടെ സമൂഹത്തിലുണ്ടോ? തീർച്ചയായും. അതെന്താന്ന് പറഞ്ഞാൽ ആര് പറയുന്നു എന്ന് നോക്കിയിട്ടാണ്. ഇതിപ്പോൾ ഇത്തരം ഈ കഞ്ചാവ് അടിച്ച കലാരൂപങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സമാജത്തിൽ മൊത്തം വരുന്ന മൂല്യച്യുതിയെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആര് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് പ്രതികരണങ്ങളൊക്കെ വരുന്നത്. സംഘപരിവാറാണോ പറയുന്നത് എങ്കിൽ ശരി, ഞങ്ങളങ്ങ് ഇപ്പോൾ മഴ പെയ്യുന്നു എന്ന് സംഘപരിവാർ പറഞ്ഞാൽ എല്ലാം കൂടെ പറയും അല്ല, നല്ല തീ വെയിലാണ് എന്ന് പറയും. കാരണം സംഘപരിവാർ എവിടെയാണോ അതിൻ്റെ എതിര്, കാരണം അതിനാണ് ഇവിടെ ഫണ്ട് മേടിക്കുന്നത്. സംഘപരിവാറിനെ എതിർക്കാനാണ് ഇവരൊക്കെ ഫണ്ട് വാങ്ങിക്കുന്നത്. ഇവരുടെ നാക്കും ഇവരുടെ പേനയും അത്തരക്കാർ വിലക്കെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും അതിലൊന്നും പരിഭ്രമിക്കുന്നില്ല. ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരെ നിന്ന് കൂക്കിയാലും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗത്ത് ഞങ്ങൾ നിന്നിരിക്കും. അത് ആളെത്രയുണ്ട്, മറുഭാഗത്ത് എത്ര വലിയ കോലാഹലമാണ്, എന്ത് വേണേ ആയിക്കോട്ടെ, അത് ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമല്ല. പാണ്ഡവർ കുറച്ചേ ഉണ്ടായിരുന്നു, കൗരവർ ഒരുപാടായിരുന്നു. അതുകൊണ്ട് എത്ര പേരുണ്ട് നോക്കിയിട്ടല്ല, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗത്ത് ഞങ്ങൾ നിൽക്കും. അതിന് യാതൊരു ഭയവും ഇല്ലാതെ തന്നെ നിൽക്കും.